എൻ്റെ പേര് സുനു. എൻ്റെ ചോദ്യം എന്തെന്നാൽ, ഇസ്ലാം പഠിപ്പിക്കുന്നത് ദൈവത്തിന് അള്ളാഹുവിനെ പിതാവില്ല പുത്രനില്ല എന്നാണ്. എന്നാൽ ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുന്നത് ദൈവത്തിന് പിതാവും പുത്രനും ഉണ്ട് ആയിട്ടാണ്. അതുപോലെ തന്നെ ബൈബിളിൽ ഒരു വചനം തന്നെയുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെ ക്രൈസ്തവ സമൂഹത്തോട് മുസ്ലിം ആളുകൾ ആരെങ്കിലും സംസാരിക്കുമ്പോൾ അവർ പറയാവുന്ന സാധാരണ ഒരു വാദമാണ് ദൈവത്തിന് പുത്രനുണ്ട്, അത് യേശുവാണ്. അതുകൊണ്ട് ഇസ്ലാം എന്താണ് അതിന് കൃത്യമായി മറുപടി പറയുന്നത്? ചോദ്യം ഇസ്ലാം വളരെ വ്യക്തമായി ദൈവത്തിന് പിതാവോ പുത്രനോ ഇല്ല എന്ന് പറയുന്നു. എന്നാൽ ക്രൈസ്തവർ ദൈവപുത്ര സങ്കല്പം പറയാറുണ്ട്. ഇസ്ലാമിന് ആ വിഷയത്തിലുള്ള വീക്ഷണം എന്താണ്, മറുപടി എന്താണ്? പരിശുദ്ധ ഖുർആൻ സൃഷ്ടാവായ തമ്പുരാനെ വളരെ സമഗ്രമായി അതോടൊപ്പം തന്നെ സംക്ഷിപ്തമായി പരിചയപ്പെടുത്തുന്ന ഖുർആനിലൊരു അധ്യായം, ഖുർആനിലെ 112-ാമത്തെ അധ്യായം സൂറത്തുൽ ഇഖ്ലാസ്. അത് തുടങ്ങുന്നത് തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പറയുക, കാര്യം അല്ലാഹു അഹദാണ് എന്നുള്ളതാണ്, ഏകനാണ് അവൻ. എല്ലാ അർത്ഥത്തിലുമുള്ള ഏകത്വത്തിന്റെ അസ്തിത്വമാണ് അള്ളാഹുവിൻ്റെത്. അല്ലാഹു സമദ്, അവൻ ഒന്നിനെയും ആശ്രയിച്ച് നിലനിൽക്കുന്നതല്ല, അവനെ ആശ്രയിച്ചുകൊണ്ടാണ് എല്ലാം നിലനിൽക്കുന്നത്. ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടില്ല, അവൻ ആരെയും ജനിപ്പിച്ചിട്ടില്ല. അഥവാ അവൻ പിതാവല്ല, അവൻ പുത്രനുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് താരതമ്യം ചെയ്യാവുന്നതായി, അവനെ തുല്യപ്പെടുത്താവുന്നതായി യാതൊന്നും തന്നെയില്ല. ഇവിടെ സൂറത്തുൽ ഇഖ്ലാസിന്റെ 112-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വചനത്തിൽ പറയുന്നത് ലം യലിദ് വലം യൂലദ്. കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു, അവൻ ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല, അവൻ പിതാവല്ല, പുത്രനുമല്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ ഹുവൽ മസീഹു ഇബ്നു മറിയം. തീർച്ചയായും അല്ലാഹു മസീഹു ഇബ്നു മറിയമാണ് എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വസിച്ചിരിക്കുന്നു. അവ ദൈവപുത്ര സിദ്ധാന്തം, യേശുക്രിസ്തു ദൈവമാണ് എന്നുള്ള സിദ്ധാന്തം എല്ലാം തന്നെ അവിശ്വാസമാണ്, ദൈവനിഷേധമാണ് എന്നാണ് ഖുർആന്റെ കാഴ്ചപ്പാട്. അപ്പൊ തീർച്ചയായും ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ ബൈബിളിൽ പറയുന്ന ഒരു കാര്യം ക്രൈസ്തവർ തിരിച്ചുന്നയിക്കുന്നു. യേശുക്രിസ്തു ദൈവപുത്രനാണ് എന്ന് ബൈബിളിൽ പല സ്ഥലത്തും പറഞ്ഞിരിക്കുന്നു. തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതാണ്. ബൈബിളിൽ പുതിയ നിയമത്തിൽ യേശുവിന്റെ വചനങ്ങൾ രേഖപ്പെടുത്തിയ 4 സുവിശേഷകർത്താക്കളുടെ വചനങ്ങളിൽ യേശുവിന്റെ വചനങ്ങളായി ഞാൻ ദൈവപുത്രനാണ് എന്നുള്ള വചനങ്ങൾ തുലോം പരിമിതമാണ്. യേശു സ്വയം പരിചയപ്പെടുത്തുന്നത് മനുഷ്യപുത്രൻ എന്നാണ്. യേശു സ്വയം മനുഷ്യപുത്രൻ എന്ന് പുതിയ നിയമത്തിൽ 73 തവണ പരിചയപ്പെടുത്തുമ്പോൾ പുതിയ നിയമത്തിൽ ആകെ മനുഷ്യപുത്രൻ എന്നുള്ള പ്രയോഗം 63 തവണയാണ് നമ്മൾ കാണുക. അതിൽ തന്നെ യേശു സ്വയം ഒരു സൂചന നൽകുന്നത് 1 തവണ മാത്രമാണ്. ബാക്കിയെല്ലാം ദൈവപുത്രൻ എന്ന് വിളിക്കുന്നത് മറ്റുള്ളവരാണ്, യേശു അല്ലാത്തവരാണ്, ഇസ്രായേല്യരാണ്, യേശുവിന്റെ ശിഷ്യന്മാരാണ്. അപ്പൊ ഇസ്രായേൽ സമൂഹത്തിൽ ഉള്ള ആളുകൾ, യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനെ ദൈവപുത്രൻ എന്ന് വിളിച്ചു എന്ന് ബൈബിൾ സാക്ഷീകരിക്കുന്നു. ഇതിനർത്ഥം എന്താണ്? എന്നാൽ ഖുർആൻ ദൈവപുത്ര വാദത്തെ പൂർണ്ണമായി നിരാകരിക്കുന്നു. ആ ഖുർആൻ നിരാകരിക്കുന്ന ദൈവപുത്ര വാദമാണോ ബൈബിളിൽ ഇസ്രായേലിൽ വിളിക്കുന്ന ദൈവപുത്ര സങ്കല്പം?
ദൈവപുത്രൻ എന്ന് ഇസ്രായേലിയർ യേശുവിനെ വിളിച്ചപ്പോൾ എന്താണ് അർത്ഥമാക്കിയത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇസ്രായേൽ സമൂഹത്തിൽ ദൈവപുത്ര സങ്കല്പത്തിന്റെ അർത്ഥം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ബൈബിൾ പഴയ നിയമം പരിശോധിച്ചാൽ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാകും. പഴയ നിയമം പരിശോധിച്ചാൽ പുറപ്പാട് പുസ്തകത്തിലെ 4-ാം അധ്യായത്തിലെ 22-ാമത്തെ വചനത്തിൽ നമ്മൾ കാണും, ഇസ്രായേൽ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാകുന്നു. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കോബിന്റെ മറ്റൊരു പേരാണ്. സങ്കീർത്തന പുസ്തകത്തിൽ 2-ാം അധ്യായത്തിലെ 7-ാമത്തെ വചനത്തിൽ നമ്മൾ കാണും, ദാവീദ് ദൈവത്തിന്റെ പുത്രനാകുന്നു. സദൃശ്യവാക്യങ്ങളിൽ 31-ാം അധ്യായത്തിൽ 9-ാമത്തെ വചനത്തിൽ നമ്മൾ കാണും, സോളമൻ ദൈവത്തിന്റെ പുത്രനാകുന്നു. അപ്പോ ഇസ്രായേൽ ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഇസ്രായേൽ ദൈവത്താൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ദാവീദ് ദൈവത്തിന്റെ പുത്രനാണെന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ദാവീദ് പ്രത്യേകം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. സോളമൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? സോളമൻ ദൈവത്താൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഇപ്പോൾ ബൈബിളിന്റെ ഭാഷയിൽ, ഇസ്രായേലി സമൂഹത്തിന്റെ ഭാഷയിൽ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവത്താൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ, ദൈവം എന്ന അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലിയർ യേശുവിനെ മൊത്തത്തിൽ പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ എന്നുള്ള അർത്ഥത്തിൽ ദൈവപുത്രൻ എന്ന് വിളിച്ചു. എന്നാൽ യേശു സ്വയം മനുഷ്യപുത്രൻ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ പ്രവാചകനാണ് ക്രിസ്തു എന്നുള്ള വസ്തുത സമൂഹം മൊത്തത്തിൽ മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അവര് പറഞ്ഞത് യേശു ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുന്നിൽ ശക്തനായ പ്രവാചകനാകുന്നു എന്നായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിലെ 24-ാമത്തെ അധ്യായത്തിലെ 19-ാമത്തെ വചനത്തിൽ ശിഷ്യന്മാർ യേശുവിനെ കുറിച്ച് പറയുന്നത് നമുക്ക് മനസ്സിലാകും. അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുന്നിൽ ശക്തനായ പ്രവാചകനായിരുന്നു. അപ്പോൾ യേശു ശക്തനായ പ്രവാചകനായിരുന്നു എന്നാണ് ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. പരിശുദ്ധ ഖുർആനാകട്ടെ, ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിലുള്ള ക്രൈസ്തവരുടെ വിശ്വാസപ്രകാരം ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അംശം ഉൾക്കൊള്ളുന്ന ദൈവിക തൃത്വത്തിലെ ഒരാളത്വമാണ്. ദൈവം തന്നെയാണ് ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അതിൽ പുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. അപ്പൊ ആ വാദത്തെ, ആ ദൈവപുത്രവാദത്തെ, ദൈവത്തിനൊരു മകനുണ്ടായി എന്നുള്ള വാദത്തെ പരിശുദ്ധ ഖുർആൻ ശക്തമായി വിമർശിക്കുന്നു. അത് യേശു പഠിപ്പിച്ച വാദമല്ല, പ്രവാചകന്മാരാരെങ്കിലും പഠിപ്പിച്ച വാദമല്ല, മറിച്ച് അത് പിൽക്കാലഘട്ടത്തിൽ പൗലോസിന് ശേഷം രൂപപ്പെട്ടു വന്ന വാദമാണ് എന്നുള്ളത് കൊണ്ട് ഖുർആൻ വിമർശിക്കുന്നു എന്നുള്ളതാണ് സത്യം. ദൈവപുത്രൻ എന്നുള്ള ബിബ്ലിക്കൽ യൂസേജിന്, ബൈബിളിന്റെ ആ പ്രയോഗത്തിന് ദൈവത്താൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ എന്നാണ് വസ്തുത.